ഈ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി 157 വാർഡുകളാണുള്ളത്. ആകെ ഈ 157 വാർഡുകളിൽ 79 വാർഡുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളാണുള്ളത്. 76 വാർഡുകളിലെ UDFിൻ്റെ ജനപ്രതിനിധികളുള്ളൂ. ഒന്നില് BJPയുടെ പ്രതിനിധിയുണ്ട്, മറ്റൊന്നിൽ ഒരു സർവതന്ത്ര സ്വതന്ത്രനുമുണ്ട്. ഇതാണ് സ്ഥിതി വിവരക്കണക്ക്. VV പ്രകാശിന്റെ ഭാര്യ ഈ അടുത്ത സമയത്തും പ്രകടിപ്പിച്ചത് ജീവിച്ചിരുന്ന എൻ്റെ ഭർത്താവിനേക്കാൾ മരിച്ച എൻ്റെ ഭർത്താവിനാണ് ജനങ്ങൾക്കിടയിൽ ചിലത് കൂടുതൽ സ്വാധീനവും അംഗീകാരവും എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കേവലം 2 ആഴ്ച മാത്രം ബാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും എങ്ങനെ വോട്ട് ചെയ്യും? നിലമ്പൂരിന്റെ മണ്ണിൽ 1957 മുതൽ താമസിക്കുന്ന, ഈ മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയുന്ന ജോർജ് കെ ആന്റണി സാറാണ് എന്നോടൊപ്പം ഉള്ളത്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ പഞ്ചായത്തുകൾ UDF ആണ് ഭരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? കൂടുതൽ പഞ്ചായത്തുകൾ UDF ആണ് ഭരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. 7 പഞ്ചായത്തുകളിൽ 5 എണ്ണത്തിൽ UDF, 2 എണ്ണത്തിൽ LDF, മുനിസിപ്പാലിറ്റിയിൽ LDF. അങ്ങനെ തദ്ദേശഭരണ സ്ഥാപനം അടിസ്ഥാനത്തിലെടുത്താൽ 8 തദ്ദേശഭരണ സ്ഥാപനങ്ങളുള്ളതിൽ 5 എണ്ണത്തിൽ UDFും 3 എണ്ണത്തിൽ LDFുമാണ്. മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞോളൂ സർ. തീർച്ചയായിട്ടും ആ കണക്കെടുത്താൽ മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാം. എന്നാൽ കുറച്ചുകൂടി വ്യക്തമായി രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഒരു വസ്തുത പറയാനുള്ളത്, ഈ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി 157 വാർഡുകളാണുള്ളത്. ആകെ ഈ 157 വാർഡുകളിൽ 79 വാർഡുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ആരും പറയാത്തൊരു കണക്കാണ് ജോർജ് സാർ വെച്ചിട്ടുള്ളത്. 157 വാർഡുകളിൽ 79 എണ്ണത്തിൽ, അതായത് ഭൂരിപക്ഷം വാർഡുകളിലും LDFിൻ്റെ ജനപ്രതിനിധികളാണുള്ളത്. 76 വാർഡുകളിലെ UDFിൻ്റെ ജനപ്രതിനിധികളുള്ളൂ. ഒന്നില് BJPയുടെ പ്രതിനിധിയുണ്ട്, മറ്റൊന്നിൽ ഒരു സർവതന്ത്ര സ്വതന്ത്രനുമുണ്ട്. ഇതാണ് സ്ഥിതി വിവരക്കണക്ക്. അതിൽ നിന്ന് തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സ്വാധീനം എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. ഇനി മറ്റൊരു വസ്തുത പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം രൂപീകൃതമാകുന്നത് 1965-ലാണ്. 1965 നിലമ്പൂർ അസംബ്ലി മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 2021 വരെയുള്ള കാലയളവിൽ ആകെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ 16ആണ്. ഈ 16ൽ 7 തെരഞ്ഞെടുപ്പുകളിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്, 9 എണ്ണത്തിൽ UDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ LDFും UDFും തമ്മിലുള്ള അന്തരം തെരഞ്ഞെടുപ്പുകളുടെ ഫലമെടുത്താൽ വലിയ മൃഗീയ ഭൂരിപക്ഷം തങ്ങൾക്കുണ്ട് എന്നുള്ള അവകാശവാദത്തിൽ ഒരടിസ്ഥാനവും UDFിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ഈ 2 വസ്തുതകൾ പരിശോധിച്ചാൽ, ഒന്ന് വാർഡുകളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധികളുടെ അംഗസംഖ്യയുടെ കൂടുതൽ, അതുപോലെ മൊത്തം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലുണ്ടായത്. പൊതുവെ ചാനലുകളും പത്രങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അവർ പറയുന്ന ഒരു മുൻകൂർ ജാമ്യം UDFിന് ഒരു എഡ്ജുള്ള മണ്ഡലം. അത് താങ്കളുടെ കണക്ക് പ്രകാരം അത് അടപടലം പൊളിയുകയാണല്ലോ. ശരിക്കും അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടോ? ഇല്ല, എഡ്ജില്ല എന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ വിലയിരുത്തിയാൽ 1977 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അന്ന് പാർട്ടിയുടെ ഏറ്റവും താഴെ തലത്തിലുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പോസ്റ്റ് ഒട്ടിക്കാനും ചുമരെഴുതാനും പോകുന്ന 1977 മുതൽ തെരഞ്ഞെടുപ്പ് മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഉള്ള അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ സ്വീകാര്യനായ, അത്രമാത്രം ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ്
ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇപ്രാവശ്യം മത്സരിക്കുന്നത് സഖാവ് എം സ്വരാജ്. അതിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വ്യക്തമാകും. ഒന്ന്, 30-ാം തീയതിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അനൗൺസ് ചെയ്യുന്നത്. 31-ാം തീയതി രാവിലെ 10:30 മണിക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജ് എത്തുമ്പോൾ ആരുടെയും ആഹ്വാനമില്ലാതെ 500-ന് മുകളിൽ ആളുകൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ തിങ്ങി നിറഞ്ഞ് സ്വരാജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തി. അവിടെ നിന്ന് വലിയ ജനക്കൂട്ടം പ്രകടനമായിട്ടാണ് നിലമ്പൂരിൽ ഈ ഓഫീസിന്റെ മുന്നിലേക്ക് സ്വരാജിനെ ആനയിച്ചു കൊണ്ടുവന്നത്. നിലമ്പൂരിലെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ നടക്കുന്നത് ജൂൺ മാസം 1-ാം തീയതിയാണ്. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയനാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലും സഖാവ് പിണറായി വിജയൻ ഇവിടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനല്ല വന്നിട്ടുണ്ട്. എന്നാൽ അന്നുണ്ടായതിനേക്കാളുമെല്ലാം എത്രയോ അധികം ആളുകളാണ് ഈ കഴിഞ്ഞ 1-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എത്തിയത്. അവിടെ 3000 പേർക്ക് ഇരിക്കാനുള്ള പന്തലും സംവിധാനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ പന്തലും നിറഞ്ഞു കവിഞ്ഞ് മറ്റൊരു 2000-ൽ പരം ആളുകൾ പന്തലിന് പുറത്തും, അങ്ങനെ 5000-ന് മുകളിൽ ആളുകൾ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് എത്തി എന്നുള്ളതാണ് വസ്തുത. ആർക്കും അത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാനലുകളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതേ പന്തലിലാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പിറ്റേ ദിവസം നടക്കുന്നത്. ആ കൺവെൻഷനിൽ ആ പന്തലിനകത്ത് ഇരിക്കാവുന്ന ആളുകൾ സീറ്റുകൾ മുഴുവനും ഓക്യുപ്പൈഡ് എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ കൺവെൻഷനുകളുടെ താരതമ്യം എടുത്താൽ തന്നെ ഞങ്ങൾ ഏറെ മുന്നിലാണ്, LDF ഏറെ മുന്നിലാണ് എന്ന് കാണാൻ കഴിയും. മറ്റ് ആത്മവിശ്വാസം പകരുന്ന മറ്റൊരു ഘടകം LDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ മുമ്പൊന്നും, ഞങ്ങൾ ജയിച്ച തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ, അതിനെയൊക്കെ മറികടക്കത്തക്ക വിധത്തിൽ വലിയ സ്ത്രീ പങ്കാളിത്തത്തോടു കൂടിയാണ് സ്വീകരണ കേന്ദ്രങ്ങൾ നിറഞ്ഞു കവിയുന്നത്. പുരുഷന്മാർക്കൊപ്പമോ ചില കേന്ദ്രങ്ങളിൽ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകൾ ഈ കൺവെൻഷനുകളിലും സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിച്ചു വരുന്നു. ഒരു സമ്മർദ്ദവും ആഹ്വാനവും ഇല്ലാതെ ഈ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ്. തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 2-3 ആഴ്ച തന്നെ UDF വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു. അവരുടേതായ കണക്കൂട്ടലും അവരുടേതായ ചാനലുകളൊക്കെ നടത്തിയൊരു കണക്കൂട്ടലും 32,000 വോട്ട് ജയിക്കുമെന്നാണ് UDF ജയിക്കുന്നത്. ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളായിരുന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 32,000 വോട്ട് മറിച്ച് ജയിക്കുമെന്ന് താങ്കൾ അത്രയും സത്യസന്ധമായി വിചാരിക്കുന്നു? 32,000 ഒക്കെ അവർക്ക് പറയാമല്ലോ, എത്രയും പറയാമോ അവർക്ക്. അതിനകത്ത് ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ളതിന് ഞാനിപ്പോൾ പ്രൂവ് ചെയ്ത് തരാം. UDF മുന്നണിയിൽ അവർ ചാനലുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന ഒരാത്മവിശ്വാസവും ആ രംഗത്ത് ഉള്ളറകളിലില്ല. അതിന് കാരണം 2-3 കാരണം ഞാൻ വ്യക്തമാക്കാം. ഒന്നാമത്തെ കാരണം, UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വക്കത്തെത്തി നിൽക്കുമ്പോഴും സംഘടനാപരമായ ഐക്യമില്ല. അതിന് കാരണം, ഇവിടെ 2 പേർ തമ്മിൽ മത്സരിക്കുന്നതിന് വേണ്ടി മത്സരം തുടരുന്ന പ്രദേശമാണ്. UDF-ലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ജോയിയും KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ കടുത്ത മത്സരം, തർക്കം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടക്കുകയും അവസാനം ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കൈവരുകയുമാണ് ചെയ്തത്. ആ വിഷയത്തിൽ പുറമേക്ക് കാണുമ്പോൾ കെട്ടിപ്പിടുത്തം ധാരാളമുണ്ടെങ്കിലും ഒരുപാട് കെട്ടിപ്പിടുത്തം കണ്ട ജനങ്ങളാണ് നിലമ്പൂരിലുള്ളത്. ഇപ്പോഴും അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളറകളിൽ പരസ്പരമുള്ള പക പുകയുകയാണ് നല്ലവണ്ണം എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീ VV പ്രകാശ് ആയിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ പരസ്പര തർക്കം നടന്ന മണ്ഡലമാണിത്. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ നിരവധി തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ
തെളിവുകൾ കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. ധാരാളം വിവരങ്ങൾ എനിക്കും അറിയാം. തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുന്നതിന് 3 ദിവസം മുമ്പാണ് വി പ്രകാശ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ആര്യാടൻ ഷൗക്കത്തും വളരെ അടുത്ത സുഹൃത്താണ്. അന്ന് വി പ്രകാശ് ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ജോർജേട്ട എന്താണ് നിങ്ങളുടെ റീഡിങ്? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു 10,000-4,000 വോട്ടിന് ജയിക്കും. അദ്ദേഹം അപ്പോൾ പറഞ്ഞത്, അങ്ങനെയല്ല എനിക്ക് ഫീൽഡിൽ നിന്നുള്ള വിവരങ്ങൾ, ഞാനൊരു 5,000 വോട്ടിന് ജയിക്കുമെന്നാണ് കണക്കാക്കുന്നത്, വിവരങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ സ്ഥിതി അതായിരിക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് പറഞ്ഞാണ് ഞങ്ങൾ പിരിയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ്, വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസമാണ് വി പ്രകാശ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. ആ മരണത്തിന്റെ കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ കണ്ടതിന് ശേഷം ഞാൻ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം വെച്ച് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഫീൽഡിൽ നിന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് തന്റെ പരാജയത്തിനു വേണ്ടി, വി പ്രകാശിന്റെ പരാജയത്തിനു വേണ്ടി ഒട്ടനവധി കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായത്. അതിലാദ്യം കയറി ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിക്കുകയാണ്. ആ മരണത്തിന്റെ മുറിവ് കോൺഗ്രസിൽ വി പ്രകാശിനെ അനുകൂലിക്കുന്ന നല്ല കോൺഗ്രസ്സുകാർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. വി പ്രകാശിന്റെ കുടുംബം മുഴുവനും അദ്ദേഹത്തിന്റെ ഭാര്യ ഈ അടുത്ത സമയത്തും പ്രകടിപ്പിച്ചത്, ജീവിച്ചിരുന്ന എൻ്റെ ഭർത്താവിനേക്കാൾ മരിച്ച എൻ്റെ ഭർത്താവിനാണ് ജനങ്ങൾക്കിടയിൽ ചിലത് കൂടുതൽ സ്വാധീനവും അംഗീകാരവും എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവുകയാണ് എന്ന് പരസ്യമായി ഫേസ്ബുക്കിലൂടെ അതൊക്കെ പ്രതിഫലിക്കും എന്നാണ് താങ്കൾ? തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അതാണ് ഒന്നാമത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം കോൺഗ്രസിലുള്ള അണിയറ തർക്കങ്ങൾ. രണ്ടാമത്തെ കാര്യം, 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നതൊന്നും ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം കവരത്തക്ക വിധത്തിലുള്ള അംഗീകാരം നേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. ഉന്നത ബിരുദധാരി. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജനിച്ച് പോത്തുകല്ല് പഞ്ചായത്തിലെ LP സ്കൂളിൽ പഠിച്ച്, എടക്കര പഞ്ചായത്തിലെ ഹൈസ്കൂളിൽ പഠിച്ച്, ചുങ്കത്തറ പഞ്ചായത്തിലെ കോളേജിൽ പഠിച്ച്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി, LLB ബിരുദം നേടി, ഉന്നത ശീർഷനായ, അതായത് ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും കാര്യത്തിൽ ഉന്നത ശീർഷൻ എന്ന നിലയിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ് സ്വരാജ്. അതോടൊപ്പം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്. ലോകത്തിൽ നടക്കുന്ന ഏത് സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും ആധികാരികമായി വിലയിരുത്തി സംസാരിക്കാനുള്ള അറിവും പ്രാഗൽഭ്യവുമുള്ളതാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി. അതുമാത്രമല്ല, ഈ മണ്ഡലത്തിന്റെയും നിലമ്പൂർ മലപ്പുറം ജില്ലയുടെയും കേരള സംസ്ഥാനത്തിന്റെയും മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും പോരാട്ടം നടത്തുകയും മതനിരപേക്ഷതയുടെ നിറകുടമായി നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയാവുന്ന വിധത്തിൽ കൃത്യമായ നിലപാടുള്ള, മതനിരപേക്ഷ നിലപാടുള്ള, ന്യൂനപക്ഷ സംരക്ഷകനായ, അതിനുവേണ്ടി വാദിക്കുന്ന നിലപാടുള്ള സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. വളരെ ആവേശത്തോടു കൂടി രംഗത്ത് വരികയാണ്. ഓരോ വോട്ടറും ഓരോ സ്ഥാനാർത്ഥിയായി, അതായത് സ്വരാജിന്റെ പ്രതിബിംബമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വരാജിന് വേണ്ടി സംസാരിക്കുന്നു. സ്വരാജിന്റെ അറിവുകളും കഴിവുകളും പരസ്പരം ആശയവിനിമയം നടത്തി പങ്കുവെക്കുന്നു. സ്വരാജ് ജയിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഫീൽഡിൽ നിൽക്കുകയാണ്. ജനങ്ങളാകെ, പ്രവർത്തകരൊക്കെ ആവേശം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഒരു സംശയവും വേണ്ട. കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഫീൽഡിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അത്ര ആവേശകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ സ്ഥാനാർത്ഥിയുടെ മഹത്വം, ഞാൻ അങ്ങനെ ആ പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് പൊറുക്കണം. എങ്കിലും സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ മഹത്വം എന്ന് തന്നെ പറയേണ്ടി വരും.
അത്തരത്തിൽ ഉള്ള ഒരു പോസിറ്റീവ് ഒരു അപ്സർജ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിട്ടുണ്ട്. ഒരു 25 മിനിറ്റോളം നമ്മൾ ഈ ഇന്റർവ്യൂ സംസാരിച്ചു തുടങ്ങി. വാർത്താമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ചാനലുകൾക്ക് ഏറ്റവും കൂടുതൽ നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള വാർത്ത തന്നിട്ടുള്ള വ്യക്തിയുടെ പേര് പരാമർശിക്കാൻ പോലും താങ്കൾ ഇതിന് തന്നിട്ടില്ല. അത് താങ്കൾ മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ ആ പേര്? അതോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, എത്രത്തോളം ഇമ്പാക്ട് അൻവർ എന്ന് പറയുന്ന ഒരു എന്താണ് ചിരി എന്ന് പറയുന്നത്? എനിക്ക് അദ്ദേഹത്തിന്റെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള അവസ്ഥയുടെ സഹതാപമാണുള്ളത്. ആ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. കറുത്ത കുതിരയാവുന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏത് കുതിരയാവട്ടെ, എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണുള്ളത്. കാരണം നിലമ്പൂരിൽ MLA ആയി ഇടതുപക്ഷത്തോട് ചേർന്ന സന്ദർഭത്തിലും MLA ആയി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലും ഞാൻ അത്യധികം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇവിടെ MLA ആക്കിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതിന്, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഞാനും അദ്ദേഹവും തമ്മിൽ വലിയ തോതിലുള്ള ആത്മബന്ധം നിലനിർത്തിയിരുന്നു. ഏത് വിഷയങ്ങളും ഏതെങ്കിലും തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തേക്ക് പോകും. നിലമ്പൂരിലെ ജനങ്ങൾ, അദ്ദേഹത്തെ സ്നേഹിച്ച ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാടെടുത്ത് പോയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തോട് സഹതാപം മാത്രമേ. ഞാൻ ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നു, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPI-യെയും തള്ളിപ്പറഞ്ഞ ആ നിമിഷം മുതൽ നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആദ്യം നടത്തിയ പൊതുയോഗം നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ ആ പൊതുയോഗം കേൾക്കാൻ ഒരൊറ്റയാൾ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളായ ഒരൊറ്റയാൾ പോലും ആ യോഗസ്ഥലത്തേക്ക് വന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല, എങ്കിലും ഒരു ഉദാഹരണം നിങ്ങളോട് പറയാതെ നിർവാഹമില്ല. വെള്ളം നിറച്ചു വെച്ച വട്ടപാത്രത്തിൽ വീണ ഗൗളിയെ പോലെ രക്ഷപ്പെടാനുള്ള നീന്തലില് തളർന്നു പോയ ഒരു മനുഷ്യനാണ് ഏറ്റവും അവസാനം, നിരുപാധികമെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന ഒരു കണ്ടീഷൻ ഉയർത്തി നോക്കി. സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറണം, അങ്ങനെയൊക്കെ പല വാദങ്ങളും പറഞ്ഞു. ഏതൊക്കെ പഞ്ചായത്തുകളിലും ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് മുനിസിപ്പാലിറ്റി ലീഗിലും അത് കൃത്യമായിട്ട് സാറിന് പ്രതീക്ഷ പറയാൻ പറ്റും? 2016-ലും 2021-ലും കണക്ക് 2016-ലും 2021-ലും ഞങ്ങൾ ലീഡ് ചെയ്ത പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റിയില് വലിയ ലീഡാണ് ഞങ്ങൾ. കരളായി പഞ്ചായത്തിൽ വലിയ ലീഡാണ് ഞങ്ങൾ. അമരമ്പൽ പഞ്ചായത്തിൽ വലിയ ലീഡാണ്. CPM-ന്റെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുക സിറ്റിംഗ് പഞ്ചായത്താണ്. പോത്തുകല്ല് പഞ്ചായത്തിൽ വലിയ ലീഡാണ്. ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്. ചെറിയ ചെറിയ വോട്ടിന് ഞങ്ങൾ പുറകിലാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ കേവലം 37 വോട്ടിന്റെ വ്യത്യാസമേ മാത്രമുള്ളൂ. ഞങ്ങൾ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പഞ്ചായത്തേ ഉള്ളൂ, അത് മൂത്തേടം പഞ്ചായത്താണ്. പക്ഷേ മൂത്തേടം പഞ്ചായത്തിലെ ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുന്നവരാണ്. ഞാൻ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർ പലപ്പോഴും കോൺഗ്രസിന്റെ വണ്ടി കയറി നാണം കെട്ടിട്ടുള്ള ആളുകളാണ്. കുറച്ച് ലീഗ് സ്വാധീനവും അടക്കമുള്ള പ്രദേശമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് നല്ല മുന്നേറ്റം മൂത്തേടം പഞ്ചായത്തിൽ ഞങ്ങൾ ഉണ്ടാക്കും. ബാക്കി 7 തദ്ദേശ ഭരണ സ്ഥാപനത്തിലും നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കി സ്വരാജ് വിജയിക്കും. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയട്ടെ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 23-ാം തീയതി ഒരിക്കൽ കൂടി ഇവിടെ വരണം. നിങ്ങൾക്ക് ഫീഡ് ചെയ്ത 32,000-ന്റെ ഭൂരിപക്ഷം 32,000 ഉറപ്പിച്ച് പറഞ്ഞ അവരെ ഒന്ന് കാണണം. 23-ാം തീയതി ഒന്ന് കണ്ടിട്ട് എന്തു പറ്റിപ്പോയി എന്ന് അവരോടൊന്ന് ചോദിക്കുന്നത് നന്നാവും. തിരക്കിൻ്റെ സംസാരിച്ച